നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സിനിമ ഇറങ്ങി 10 കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോഴും പലരുടെയും ഒരു ഡൗട്ടാണ്. ആ ഒരു സിനിമയിൽ ബാഹുബലി സമാധിയായില്ലായിരുന്നെങ്കിൽ സിനിമ ഇപ്പോൾ ഉള്ളതിനേക്കാൾ അടിപൊളിയായേനെ എന്നുള്ളത്. ഇതിന്റെ റിയലിസ്റ്റിക് ആയ ആൻസർ നമുക്ക് ആ ഒരു സിനിമയും ബുക്കും ബേസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ കാര്യം എന്തെന്നാൽ ആ ഒരു യൂണിവേഴ്സിൽ ബാഹുബലി എങ്ങനെ പോയാലും സമാധിയാകുമെന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പലിവാൾ ദേവൻ ഒറിജിനൽ ലാംഗ്വേജിൽ ബല്ലാല ദേവൻ എന്നാണ്, മലയാളത്തിൽ പലിവാൾ ദേവൻ. പലിവാൾ ദേവനും പലിവാൾ ദേവന്റെ ഡാഡിയും കൂടി അവിടെ ഒരു മാസ്റ്റർ പ്ലാൻ ആണ് വെച്ചിരിക്കുന്നത്. അതായത് ഈ മമ്മിയെ കൊണ്ട് ശിവകാമിയെ കൊണ്ട് തന്നെ ഓർഡർ കൊടുക്കുക, ശേഷം കട്ടപ്പയെ യൂസ് ചെയ്ത് കൊന്നുകളയുക എന്നുള്ളത്. കട്ടപ്പ ആദ്യമൊന്നും സമ്മതിച്ചില്ലെങ്കിലും കട്ടപ്പയുടെ കാര്യം നോക്കിയാൽ നമുക്കറിയാം, കട്ടപ്പയും കട്ടപ്പയുടെ ഡാഡിയല്ല തലമുറകളായി ഇവരുടെ സേവകരായിരുന്നു. കട്ടപ്പ ആദ്യമൊന്നും സമ്മതിച്ചില്ലെങ്കിലും ഫാമിലിയുടെ പേര് പോകാതിരിക്കാൻ കട്ടപ്പ അത് ചെയ്തില്ലെങ്കിൽ ശിവകാമി അത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കട്ടപ്പയ്ക്ക് അങ്ങനെയും ഒരു ടെൻഡൻസി വന്നു. പിന്നീട് നമുക്കറിയാം അവരൊരു ട്രാപ്പ് സെറ്റ് ചെയ്യുന്നു, കട്ടപ്പയെ തട്ടാൻ പോകുന്നുവെന്ന് പറഞ്ഞ് ഒരു ന്യൂസ് കൊടുക്കുന്നു, ബാഹുബലി രക്ഷിക്കാൻ വേണ്ടി വരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ ചിലർക്കൊരു ഡൗട്ട് ഉണ്ട്. അതായത് ഇവിടെ കുറച്ച് ആളുകൾ വരുന്നുണ്ട്, ഇവരെ കണ്ടു കഴിഞ്ഞാൽ കാലകേന്റെ ഡാഡിയാണെന്ന് വിചാരിക്കും. ഇവര് പലിവാൾ ദേവന്റെ ആളുകളാണോ എന്ന് പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്. ഒരിക്കലുമല്ല, അത് കാലകേന്റെ ട്രൈബ് തന്നെയാണ്. ബുക്ക് അനുസരിച്ച് കാലകേയാസം ഇവരും തമ്മിൽ വളരെ വർഷങ്ങളായുള്ള ശത്രുക്കളാണ്. എവിടെ വെച്ച് കണ്ടാലും ഇടിയാണ്. അന്ന് കാലകേന്റെ യുദ്ധത്തിൽ സർവൈവ് ചെയ്ത പല ട്രൈബുകളും ഇപ്പോഴും അവിടെയുണ്ട്. അവരുമായി ടീമാകാനൊന്നും ഒരിക്കലും പറ്റില്ല. കാരണം പലിവാൾ ദേവനെ കണ്ടാലും അവരടിക്കും. അവരവിടെ യാദൃശികമായി വന്നതാണ്. പലിവാൾ ദേവന്റെ സോൾജേഴ്സ് എല്ലാം ബാഹുബലി വന്നപ്പോൾ തന്നെ അവിടെ നിന്ന് മാറി പലിവാൾ ദേവനെ അറിയിക്കാൻ പോയതായിരിക്കാം. പെട്ടെന്ന് ആ ട്രൈബ് വന്ന് അറ്റാക്ക് ചെയ്തു. അത് കോൺസിഡൻസ് ആയി സംഭവിച്ചതാണ്. പലിവാൾ ദേവന്റെയും ഡാഡിയുടെയും പ്ലാൻ കട്ടപ്പയെ ഇരയാക്കി ഇട്ടുകൊടുത്ത് ബാഹുബലി അവിടെ എത്തിക്കാനുള്ള പ്ലാനായിരുന്നു. ശേഷം അവർക്ക് തന്നെ നേരിട്ട് തട്ടാനുള്ള പ്ലാനായിരുന്നു. പെട്ടെന്നാണ് അവിടേക്ക് ട്രൈബ് വന്നത്. കട്ടപ്പ പലതവണ ബാഹുബലിയോട് രക്ഷപ്പെട്ട് പൊക്കോളാൻ പറഞ്ഞതായിരുന്നു. പക്ഷേ ബാഹുബലി പോയില്ല, കട്ടപ്പയെ തന്നെ രക്ഷിക്കാൻ നോക്കി. കട്ടപ്പ ഓൾറെഡി ഒരു ചാൻസ് കൊടുത്തതാണ്. അങ്ങനെ കട്ടപ്പയുടെ മൈൻഡ് പതുക്കെ മാറി വരുന്നു, കുത്താനുള്ള ടെൻഡൻസി വരുന്നു, ബാഹുബലിയെ തട്ടുന്നു. കട്ടപ്പയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, തലമുറകളായി അവരുടെ ഓർഡർ അനുസരിക്കുന്ന സേവകനാണ്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. അതായത് കട്ടപ്പ ബാഹുബലിയെ രക്ഷിച്ചിരുന്നെങ്കിൽ ആദ്യത്തെ സിറ്റുവേഷൻ ഇതാണ്. ഏതോ ഒരു യൂണിവേഴ്സിൽ ഇങ്ങനെ നടന്നുവെന്ന് കരുതുക. അതായത് കട്ടപ്പ പൊക്കോളാൻ പറഞ്ഞപ്പോൾ തന്നെ ബാഹുബലി പോയി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റോറിക്ക് ഒരിക്കലും ചേരില്ല. ബാഹുബലി ക്യാരക്ടറിന് അത് മാച്ചാവില്ല. ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നതെല്ലാം വളരെ വേസ്റ്റ് ആവും. സിനിമയിൽ ബാഹുബലിയെ കാണിച്ചിരിക്കുന്നത് വളരെ പവർഫുൾ ആയ ക്യാരക്ടറായിട്ടാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പോവില്ല. ഇനി ഏതെങ്കിലും യൂണിവേഴ്സിൽ അങ്ങനെ പോയി എന്ന് കരുതുക, അപ്പോഴും പലിവാൾ ദേവനും ടീമും ബാഹുബലിയെ കൊല്ലാനായി പുറകെ തന്നെ വരും. പക്ഷേ കട്ടപ്പയുടെ കാര്യം കട്ടപ്പുകയാവും. കാലകേസ് എല്ലാം കൂടി കട്ടപ്പയുടെ 16 വരെ നടത്തും. ഇനി രണ്ടാമത്തെ സിറ്റുവേഷനാണ് നമ്മൾ സിനിമയിൽ കണ്ടതുപോലെ കട്ടപ്പയും ബാഹുബലിയും ചേർന്ന് കാലകേസിനെല്ലാം കൊന്നു. പക്ഷെ കട്ടപ്പ കുത്തുന്നതിന് പകരം ഇത്തവണ കുത്തിയില്ല. പക്ഷെ അങ്ങനെ വന്നാലും ബാഹുബലി ചാവുമെന്നുള്ളതാണ്. അതായത് പലിവാൾ ദേവനും ടീമും അപ്പോഴും അങ്ങോട്ട് വരും, ബാഹുബലിയെ നേരിട്ട് കൊന്നുകളയും. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, രാജമൗലി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ബാഹുബലിയേക്കാൾ ഫിസിക്കൽ സ്ട്രെങ്ത് പലിവാൾ ദേവനാണ് കൂടുതലെന്ന്. രാജമൗലി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് യൂട്യൂബിലോ ഗൂഗിളിലോ നോക്കുക. അതായത് രണ്ട് ക്യാരക്ടേഴ്സും വളരെ പവർഫുൾ ആണ്, പക്ഷെ ഫിസിക്കൽ സ്ട്രെങ്ത് അല്പം കൂടുതൽ നമ്മുടെ പലിവാൾ ദേവനാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രഭാസിനേക്കാൾ ഹൈറ്റും ബോഡിയുമുള്ള റാണയെ കാസ്റ്റ് ചെയ്തത്. വില്ലനെ കണ്ടുപിടിക്കാൻ താൻ ഒരുപാട് ബുദ്ധിമുട്ടി എന്നെല്ലാം ഇന്റർവ്യൂസിൽ രാജമൗലി പറഞ്ഞിട്ടുള്ളതാണ്. ഫിസിക്കൽ സ്ട്രെങ്ത് പലിവാൾ ദേവനാണ് അല്പം കൂടുതലെങ്കിലും ഐക്യു, വെപ്പൺ സ്കില്ല് ഇതെല്ലാം ഒരല്പം കൂടുതൽ ബാഹുബലിക്കാണ്. ഇതെല്ലാം തന്നെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാഹുബലിയുടെ മകൻ എങ്ങനെ പലിവാൾ ദേവനെ തോപ്പിച്ചു അതും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കഴിഞ്ഞ് അത് കാണും. അപ്പോൾ പലിവാൾ ദേവൻ അവിടേക്ക് വരുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ബാഹുബലിയാണെങ്കിൽ ഒരു ഫൈറ്റ് ഉണ്ടായാൽ ചിലപ്പോൾ ബാഹുബലി ജയിക്കാം. ബാഹുബലിയുടെ വെപ്പൺ സ്കില്ലെല്ലാം യൂസ് ചെയ്തു ചിലപ്പോൾ ബാഹുബലി ജയിക്കുമായിരിക്കാം. പ്രൈം പലിവാൾ ദേവനെ തോൽപ്പിക്കാൻ വളരെ ടഫായിരിക്കും, എങ്കിലും ചാൻസ് ഉണ്ട്. വെപ്പൺ ഇല്ലാതെ മല്ലയുദ്ധം പോലെയുള്ള ഫൈറ്റ് ആണെങ്കിൽ അവിടെ പലിവാൾ ദേവനാണ് ചാൻസ്. പക്ഷെ പലിവാൾ ദേവൻ സോൾജേഴ്സിന്റെ ഒപ്പം വന്നാൽ ബാഹുബലിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പ്രൈം പലിവാൾ ദേവൻ തന്നെ വളരെ ടഫായിരിക്കും. മറ്റൊരു കാര്യമാണ്, ബാഹുബലിയുടെ ബോഡിയിൽ പടച്ചട്ട പോലുമില്ല, അവർ കമ്പി ചെയ്ത് കൊല്ലാനും കഴിയും. പക്ഷെ നിലവിലെ സിറ്റുവേഷൻ ബാഹുബലി അമ്പെല്ലാം കൊണ്ട് ഓൾറെഡി വളരെ വീക്കാണ്. അപ്പോൾ പലിവാൾ ദേവൻ തന്നെ നേരിട്ട് ഈസിയായി ബാഹുബലിയെ കൊന്നുകളയും. ഓൾറെഡി നമുക്കറിയാം, സിനിമയിൽ നമ്മൾ കണ്ടതാണ്, ക്രിസ്മസിന് കേക്ക് കട്ട് ചെയ്യാൻ വരുന്നത് പോലെ എല്ലാം കഴിഞ്ഞ്
ഒരു കോടാലിയായിട്ട് പരിവാളിദേവൻ വന്നതായിരുന്നു. ബാഹുബലിയെ തനിക്ക് കൊല്ലാൻ പറ്റിയില്ലല്ലോ എന്നൊരു ഡിപ്രഷനും പരിവാളിദേവനുണ്ട്. ഇനി അങ്ങനെ സംഭവിച്ചാൽ അപ്പോഴും ചെറിയ രീതിയിൽ അതൊരു വീക്ക് സ്ക്രിപ്റ്റ് ആയി. കാരണം അത്രയും ബിൽഡപ്പ് കൊടുത്തു കൊണ്ടുവന്ന പവർഫുൾ ക്യാരക്ടറെ വില്ലൻ തന്നെ കൊന്നുകളഞ്ഞു. ഇനിയുള്ള മറ്റൊരു സിറ്റുവേഷൻ, കട്ടപ്പ ബാഹുബലിയെ എങ്ങനെയോ അവിടെ നിന്ന് കൊണ്ടുപോയി. അപ്പോഴും പ്രശ്നമാണ്. ആ ഒരു സിറ്റുവേഷനിൽ ബാഹുബലിയുടെ ഫാമിലിയെ പിടിക്കാൻ പറ്റും. അപ്പോൾ ബാഹുബലി എവിടേക്കും പോവില്ല, ബാഹുബലിയെയും കൂട്ടാം. ഇനി ലാസ്റ്റ് സിറ്റുവേഷനാണ്, ബാഹുബലിയും ദേവസേനയും എങ്ങനെയോ രക്ഷപ്പെട്ട് കുന്തള ദേശത്തിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ മാത്രമേ ബാഹുബലി ആ ഒരു നൈറ്റ് സർവൈവ് ചെയ്യുകയുള്ളൂ. ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ബാഹുബലി മരിക്കില്ല. ലോജിക്കലി എന്തായാലും പരിവാളിദേവൻ യുദ്ധത്തിനും വരും. നമ്മൾ ബാഹുബലി 2-ൽ കണ്ടതുപോലെ മകന് പകരം ഇവിടെ ഡാഡി ബാഹുബലി യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്യാതെ വരെ വഴിയില്ല. ആ സ്ഥലത്തെ എന്തായാലും രക്ഷിക്കണം. അപ്പോൾ യുദ്ധത്തിന്റെ റിസൾട്ടായി ചിലപ്പോൾ പരിവാളിദേവനെ തോൽപ്പിച്ചുവിടാം. ഇനി അഥവാ പരിവാളിദേവൻ മരണപ്പെട്ടാലും ബാഹുബലി എന്തായാലും ഇതിന്റെ എല്ലാം കാരണം അറിയാനായി ശിവഗാമിയെ കാണേണ്ടി വരും. ചേട്ടനെ കൊല്ലാൻ നോക്കിയെന്ന് തെറ്റിദ്ധരിച്ചാണ് ശിവഗാമി കട്ടപ്പയെ കൊണ്ട് ഓർഡർ ഇട്ടതും ഞാൻ തന്നെ കൊല്ലുമെന്നെല്ലാം പറഞ്ഞത്. അപ്പോൾ കൊന്നുവെന്നറിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല. ചേട്ടനെ നീ കൊന്നല്ലേടാന്ന് പറഞ്ഞ് ഈ ഒരു സെയിം സീൻ അവിടെ നടക്കും. ശിവഗാമി ആയതുകൊണ്ട് ബാഹുബലി ഇമോഷണലി തിരിച്ചൊന്നും ചെയ്യില്ല. അപ്പോഴും തട്ടിപ്പോവും. ശിവഗാമി ബാഹുബലിയെ കൊല്ലുന്നത് പോലെ കാണിച്ചാൽ അപ്പോഴും വളരെ വീക്ക് സ്ക്രിപ്റ്റായി. കാരണം സിനിമ ഇറങ്ങിയ ടൈമിൽ മക്കളുടെ മനസ്സ് നന്നായി അറിയുന്ന ശിവഗാമി ബാഹുബലിയെ കൊല്ലാൻ ഓർഡർ ഇട്ടു എന്നുള്ളത് തന്നെ ആ ഒരു ടൈമിൽ രാജമൗലിക്ക് ചെറിയ രീതിയിൽ ക്രിറ്റിസിസം നേരിടേണ്ടി വന്നിരുന്നു. അപ്പോൾ ശിവഗാമി കൊല്ലുന്നത് പോലെ കാണിച്ചാൽ അത് വളരെ വീക്കാവും. ഇനി ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ബാഹുബലി രക്ഷപ്പെട്ടു എന്ന് തന്നെ കരുതുക. ആ പരിസരത്ത് നിന്നേ പോയി. വർഷങ്ങൾ കഴിഞ്ഞ് ഡാഡി മകനും ഒരുമിച്ച് വന്ന് യുദ്ധം ചെയ്തു. ഡാഡി ലീഡ് ചെയ്തു, അങ്ങനെ യുദ്ധം ജയിച്ചു. ആ ഒരു യൂണിവേഴ്സിൽ ഡാഡി സർവൈവ് ചെയ്തു എന്ന് തന്നെ കരുതുക. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഡാഡി രക്ഷപ്പെടുമെങ്കിലും ഈ ഒരു സിനിമയുടെ മൊത്തത്തിൽ ഔട്ട്പുട്ട് ഒന്ന് നോക്കിയാൽ നമ്മൾ നോർമലി കാണുന്ന ആ ഒരു ടിപ്പിക്കൽ സ്റ്റോറി ആയി പോകും. അപ്പോൾ സിനിമ 2000 കോടിക്കടുത്ത് കളക്ഷൻ എന്നുള്ളത് കുറഞ്ഞ് 1000 കോടി എത്താനേ ചാൻസ് ഉള്ളൂ. കാരണം ബാഹുബലി സിനിമയ്ക്ക് നമുക്കറിയാം 2 പ്രത്യേകതയുണ്ടായിരുന്നു. ഒന്നാമത്തേത് സിനിമയുടെ ക്വാളിറ്റി, രണ്ടാമത്തേത് സ്റ്റോറി വൈസ് ഉള്ള ആ ഒരു ഹുക്ക് തന്നെയാണ്. കട്ടപ്പ എന്തിന് ബാഹുബലിയെ കൊന്നു എന്നുള്ള ചോദ്യം ബാഹുബലി 2 എന്തായാലും കാണണം. ആ ഒരു മൈൻഡ് സെറ്റിൽ ആളുകളെ എത്തിച്ചു. നോർത്തിനെ എല്ലാം ഈസിയായി പിടിച്ച് ബാഹുബലി സിനിമ ഒരു ഹിസ്റ്ററി തന്നെയായി മാറി. ആ ഒരു സീൻ സിനിമയെ ഡിഫറെന്റ് ആക്കി. കട്ടപ്പ വന്നതുകൊണ്ട് സിനിമയ്ക്ക് ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. ആ ഒരു ക്യാരക്ടറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല എൻഡിങ് ആയിരുന്നു. വിശ്വസ്തനായ കട്ടപ്പ പുറകിൽ നിന്ന് കുത്തി. ഇതുവഴി ആ ഒരു ക്യാരക്ടറിന്റെ പവർ എവിടെയും പോകുന്നില്ല. നേരിട്ട് ആർക്കും തോൽപ്പിക്കാൻ പറ്റിയില്ല. മരിക്കും വരെ ആ ഒരു ക്യാരക്ടറിന്റെ ഡെപ്ത് പോവാതെ പവർഫുൾ ആയ എൻഡിങ് ആയിരുന്നു. അത് സിനിമയ്ക്കും ഹെൽപ്പ് ചെയ്തു.